ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിമിന്റെ പേര് ദ ഗോസ്റ്റ് എന്നാണ്. ഇന്ന് അച്ചാച്ചനോട് കളിക്കാൻ അച്ചാച്ചന്റെ പേരമക്കളായ CID ശംഭുവും എലിസയും ഉണ്ട്. പ്രേതബാധ പിടിച്ചൊരു ഹോസ്പിറ്റലാണ് ഞങ്ങൾ പോകുന്നത്. നിന്റെ പ്രാന്ത് ടെസ്റ്റ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോവാന്ന്. പ്രാന്ത് ശരിയായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അച്ചാച്ചൻ ശംഭു കൈകാലി കെട്ടിട്ട് കൊണ്ടോ. അങ്ങനെ ഒരു വിധത്തില് ഞങ്ങള് ഹോസ്പിറ്റലിൽ എത്തി. അവിടെ ഞങ്ങള് 3 പേരും കൂടാണ്ട് വേറെ 2 ആൾക്കാരും ഉണ്ടായിരുന്നു. അത് വേറെ മൈൻഡ് ചെയ്യണ്ട. ശംഭു മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എൽസ പ്ലെയർ 767 ഒരു ഹായ് അയക്കും. പുതിയ ബന്ധങ്ങൾ. ഇനി ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആ ഒരു കേടായ വാനിലെ എല്ലാ പാർട്സും കിട്ടിയേ പറ്റൂ. അതിനുവേണ്ടി നമ്മളെല്ലാരും കൂടി ഹോസ്പിറ്റലിൽ അകത്തോട്ട് പോയി. അങ്ങനെ കുറെ നേരം ഹോസ്പിറ്റലിൽ തേരാപാരം നടന്നതിന് ശേഷം ഒരു പെണ്ണ് മെസ്സേജ് അയക്കുന്നു. പിന്നെ നിസാന്ന് കേട്ടപ്പോഴേക്കും നിശ എന്നോട് ഹായ് പറഞ്ഞു. എലിസ ഞാൻ നിശയ്ക്ക് ഹായ് കൊടുക്കാണ്. നിശ വീണു വീണു വീണു. ഞാനങ്ങനെ നിശയ്ക്ക് കുറെ നേരം ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. പലരും പല വഴിക്കായി. ഞാൻ ഇവിടെ വേറെ ഡോറൊക്കെ തുറന്നു പോയി. പിന്നെ ഞാൻ നിശാനെ തപ്പി ഇറങ്ങാൻ തീരുമാനിച്ചു. നിശ എന്റെ ഒപ്പം ഉണ്ട്. നിശമോൾക്ക് എന്തെങ്കിലും പറ്റിയ നിശമോളെ അയ്യോ അതെ നിശ എന്റെ ഫ്രണ്ടിലുണ്ട്. അയ്യോ എവിടെ എവിടെ നിശ എവിടെ നിശ എവിടെ നിശ ആ റൂമിലേക്ക് കയറി വാക്ക. നിശ ഫൈനലി നിശാനെ കണ്ടുമുട്ടി. അതിനുശേഷം ചെറിയ രീതിയിൽ കോഴിത്തരം സ്റ്റാർട്ട് ചെയ്തു. ഈ നിശാനങ്ങളെ നിങ്ങൾ പണിയെടുത്തോ, ഞാൻ ആ പെണ്ണെടുത്ത് സംസാരിക്കട്ടെ. ഇത് ഡേറ്റിംഗ് സൈറ്റ് അല്ലോ, പ്രയോജനത്തിന് പിടിക്കലോ. ദുഷ പറഞ്ഞു ആട് കോഫിന്നൊക്കെ. കോഫിയാ CID ശംഭുവിന്റെ എൽസാർമായി കിഡ്സ്. അപ്പൊ ഇപ്പൊ കളയോ അത്. അങ്ങനെ നിശയുടെ വായ നോക്കി നടന്ന് എന്നെ പ്രേതം പിടിച്ചു. നിശ ഒരു നേഴ്സ് ആയതുകൊണ്ട് എന്നെ നല്ല രീതിയിൽ തന്നെയാണ് ശുശ്രൂഷിച്ചത്. അങ്ങനെ നിശയും ഞാനും തമ്മിൽ കൂടുതൽ അടുത്തു. തുർക്കി എന്തിനാ? അങ്ങനെ നിശയും ഞാനും ആരും അറിയാണ്ട് റൊമാൻസ് ചെയ്യണ സമയത്താണ് പ്ലെയർ 767 ഒരു പ്രേതം പിടിക്കുന്നത്. ഞങ്ങളെല്ലാവരും അവിടെ ചെന്നെങ്കിലും അവനെ രക്ഷിക്കാനായില്ല. ഓ എന്റെ ദൈവം. അപ്പൊ തന്നെ ശംഭുവിനെ ഒരു പ്രേതം ആക്രമിച്ചു. എന്നെ പിടിച്ചു. അയ്യോ എന്നെ പിടിച്ചോ ഒന്നും അറിയില്ലോ. ശംഭുവിനെ ആക്രമിച്ച അതേ പ്രേതം തന്നെ നിശാനെ ആക്രമിച്ചു. ശംഭു അല്ലെങ്കിൽ നിശ ഇവർ രണ്ടുപേരിൽ ഒരാളെ മാത്രമേ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. ഞാൻ രക്ഷിക്കുന്നത് എന്റെ നിശാനെയാണ്. ശംഭുവിനെ ഞാൻ നൈസായിട്ട് ചതിച്ചു. ശംഭുവിനെ അപ്പൊ റിവൈവ് ചെയ്തില്ലേ? ശംഭുവിനെ ആക്രമിച്ച അതേ പ്രേതം തന്നെ എലിസാനെ കൊന്നുകളഞ്ഞു. തൂത്തോരി കഴിയുമ്പോ അപ്പുറത്തെ റൂമിൽ ഒന്ന് ക്ലീൻ ചെയ്യണേ. ഈ ഒരു ഹോസ്പിറ്റലില് നിശയും ഞാനും മാത്രമേ ഉള്ളൂ. ശല്യം ചെയ്യാൻ എലിസയും ശംഭു ഇല്ല എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നിന്റെ പറകിൽ പ്രേതമുണ്ട്. അങ്ങനെ അച്ചാച്ചന് കിട്ടിയ 101ാമത്തെ തേപ്പാണ് നിശ. ഇൻ കേസ് നിശ ഈ വീഡിയോ കാണണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ വന്ന് മെസ്സേജ് അയക്കി. അച്ചാച്ചൻ നിനക്ക് വേണ്ടി എന്നും വെയിറ്റിംഗ് ആയിരിക്കും.